നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന വിദേശകാര്യ മന്ത്രാലയത്തെ മറികടന്ന് സംസ്ഥാനത്ത് വിദേശകാര്യം നോക്കാൻ സെക്രട്ടറിയെ നിയമിച്ച പിണറായി സർക്കാരിന്റെ നടപടി ഭരണഘടനയുടെയും നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും നഗ്നമായ ലംഘനം തന്നെയാണ്. ഇതിനെതിരെ കേരളം പ്രത്യേക രാജ്യമാണോ എന്ന ചോദ്യമാണ് വലിയ തോതിൽ ഉയർന്നു വരുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധം വഷളാകുന്ന രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കുന്ന ഒന്നാണ് പിണറായി സർക്കാരിന്റെ ഈ നടപടി. തൊഴിൽ വകുപ്പ് നോർക്ക സെക്രട്ടറി ഡോക്ടർ കെ വാസുകിയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ച് ഈ 15-നാണ് പൊതുഭരണ വകുപ്പ് പൊളിറ്റിക്കൽ വിഭാഗം വിവാദ ഉത്തരവ് പുറത്തിറക്കിയത്. നിലവിലുള്ള ചുമതലകൾക്ക് പുറമെ വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അധിക ചുമതല കെ വാസുകി വഹിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യും എന്നാണ് ഉത്തരവിൽ പറയുന്നത്. കൂടാതെ വിദേശകാര്യ മന്ത്രാലയം വിവിധ വിദേശ മിഷനുകൾ, എംബസികളുമായുള്ള ബന്ധപ്പെടൽ തുടങ്ങിയ വിദേശകാര്യ സഹകരണ കാര്യങ്ങളിൽ സഹായിക്കണമെന്നും ഉത്തരവിലുണ്ട്. നിലവിൽ സെക്രട്ടറി പദവിയിലുള്ള ആൾക്ക് മറ്റൊരു വകുപ്പിന്റെ അധിക ചുമതല നൽകുന്നത് ആ വകുപ്പിന്റെ സെക്രട്ടറി പദവി നൽകുന്നതിന് തുല്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ മാത്രം പരിധിയിൽ ഉള്ളതാണ് വിദേശകാര്യം. അതിൽ സെക്രട്ടറിയെ നിയമിക്കണോ, മറ്റ് രാജ്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടണോ, അതോ സംസ്ഥാന സർക്കാരിന് നിയമപരമായി അധികാരമൊന്നുമില്ല. ഭരണഘടന പ്രകാരം പൂർണ്ണ ചുമതല വിദേശകാര്യ മന്ത്രാലയത്തിന് തന്നെയാണ്. അതായത് ഭരണഘടന വരെ ലംഘിച്ചാണ് വിദേശകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു സംസ്ഥാനം സെക്രട്ടറിയെ നിയമിച്ചത്. വാസുകിയെ മെയ് 22-നാണ് നോർക്ക റൂട്ട്സിന്റെ സെക്രട്ടറിയാക്കി ഉത്തരവിറക്കിയത്. പിന്നാലെ വിദേശകാര്യ ഏകോപനത്തിന്റെ ചുമതല കൂടി നൽകുകയായിരുന്നു ഉണ്ടായത്. മറ്റൊരു സംസ്ഥാനത്തിനുമില്ലാത്ത നടപടികളാണ് ഭരണതലത്തിൽ ഉണ്ടാകുന്നതെന്ന മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചിരുന്നു. 2021 മുൻ IFS ഉദ്യോഗസ്ഥൻ വേണു രാജാമണിക്ക് ചീഫ് സെക്രട്ടറിയുടെ പദവി നൽകി സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി ഡൽഹിയിൽ നിയമിച്ചിരുന്നു. വാസുകിക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന ചുമതലകൾ നിർവഹിക്കുകയായിരുന്നു എന്നതായിരുന്നു നിയമം. വാസുകിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ചുമതലകൾ നിർവഹിക്കാനായിരുന്നു നിയമനം. എന്നാൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും മന്ത്രിമാരുടെയും വിദേശ സന്ദർശനങ്ങൾക്ക് സൗകര്യമൊരുക്കാൻ മാത്രമാണ് സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർക്ക് കഴിഞ്ഞിട്ടുള്ളത്. പിന്നാലെ വേണു രാജാമണിയെ പദവിയിൽ നിന്നും മാറ്റി. അതിനുശേഷമാണ് വാസുകിയെ നിയമിച്ചത്. നേരത്തെയും പിണറായി സർക്കാർ വിദേശകാര്യ ചട്ടങ്ങൾ ലംഘിച്ചതിന് വിവാദം സൃഷ്ടിച്ചിരുന്നു. UAE റെഡ് ക്രസന്റ് സൊസൈറ്റിയിൽ നിന്നും വീട് നിർമ്മാണത്തിന് പണം എത്തിച്ചതും നോമ്പിന് സക്കാത്ത് നൽകിയതും ഖുർആൻ എത്തിച്ചതും ഏറെ വിവാദമായിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിദേശകാര്യ ചട്ട ലംഘനങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. അന്ന് കേന്ദ്ര സർക്കാർ തന്നെ വിദേശകാര്യ വകുപ്പിൽ സംസ്ഥാനത്തിന് ചുമതലയില്ല എന്നു തന്നെ വ്യക്തമാക്കിയതുമാണ്.